ഇതൊരു മീൻ കറിയാണ് കേട്ടോ, വറ്റോണ്ടുള്ള മീൻ കറി. ഇത് സ്പെഷ്യൽ മീൻ കറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെഷ്യൽ അല്ല, എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളിത് വറ്റ മീൻ ഒരു 10-400 ഗ്രാം വാങ്ങിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ വിറക് അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഇത്തിരി കൂടുതൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉലുവ ഇടണം കേട്ടോ. ഒരു 3/4 ടീസ്പൂൺ ഉലുവ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ടു. പെരിഞ്ചീരകം ഒന്ന് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിലേക്ക് ഒരു 1.5 സവാള കുനുകുനുന്നരിഞ്ഞതും ഒരു 3-4 പച്ചമുളക് കീറിയതും കൂടി ഇടണം കേട്ടോ. പിന്നെ ഇഞ്ചി ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട്, അത് കുനുകുന അരിഞ്ഞത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി കണ്ട് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി കണ്ട് ഇടാം. മുളക് പൊടി ഇത്തിരി എരിവ് വേണം, അതിന് നല്ല ചൊടി ഉണ്ടാവും. അവർ 3-4 ടീസ്പൂൺ, ചെറിയ ടീസ്പൂണാണ് അതിൻ്റെ മുളക് പൊടി ഇട്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയാണ് ഇടേണ്ടത്. മല്ലിപ്പൊടി നമ്മൾ ഒരു 3-4 ടീസ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. മുളക് പൊടി തന്നെ ഏകദേശം അത്രയ്ക്ക് തന്നെ ഇടുന്നുണ്ട്. പിന്നെ അതാണ് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 1.5 തക്കാളി, അത് വലിയ തക്കാളി തന്നെ ഒരെണ്ണം മതി, അത് മിക്സിയിൽ അടിച്ച് ചേർക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം കേട്ടോ. പിന്നെ ഇത് ഇളക്കി അതുകൊണ്ട് വറ്റിയാണ്ട് വരണം. വറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുടംപൊളിയില്ലേ, അത് വെള്ളത്തിലിട്ട് വെച്ചല്ല, വെറുതെ കഴുകി ഇത് അങ്ങോട്ട് അഴുക്കിയിടണം കേട്ടോ കുടംപൊടി. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കണം. അങ്ങനെ കുറുകുറുന്നെ ഒന്ന് തിളയാണ്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങളിൽ ഇടാം. പിന്നെ ഇതിൽ നന്നായി അങ്ങോട്ട് പുരട്ടണം. ഈ മീൻ കഷ്ണങ്ങൾ തന്നെ ഇതിലാണ്ട് പൊതിഞ്ഞ് ഇങ്ങനെയുണ്ട് ഇളക്കി ഇങ്ങനെ മറയുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെയും കഴിക്കാം. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം ഞങ്ങൾ മറന്നു, വേപ്പിലിടാൻ മറന്നു, കറിവേപ്പിലിടാൻ മറന്നു. അപ്പോൾ കറിവേപ്പില നമ്മൾ ഇപ്പോഴാണ് ഇടുന്നത് കേട്ടോ. നേരത്തെ ഇടാം, നമുക്ക് അതൊന്ന് മൂപ്പിക്കുമ്പോൾ ഇടാം കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നു. നമ്മൾ ചൂടുവെള്ളം നല്ല ഒഴിക്കുന്നത്, സാധാരണ വെള്ളം ഒഴിക്കുന്നു. അത് നമുക്ക് എന്തോരം ചാറ് വേണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇരിക്കേണ്ട വെള്ളം ഒഴിക്കുക കേട്ടോ. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള, അത് മീൻ കൂട്ടാനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പതുക്കെ അങ്ങോട്ട് നമുക്ക് അടുപ്പമ്മ അങ്ങോട്ട് വേവിച്ചങ്ങോട്ട് എടുക്കാം. ഞങ്ങൾ വൈകുന്നേരം നേരത്താണ് ഈ മീൻ കൂട്ടാൻ വയ്ക്കുന്നത് കേട്ടോ. ഈ സമയത്ത് ഇങ്ങനെ അടുപ്പിൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ചോറും കൂട്ടാനൊക്കെ വയ്ക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിട്ടുള്ളതാണ്. ഈ മീനിൽ അങ്ങോട്ട് എണ്ണ അങ്ങോട്ട് തെളിഞ്ഞ് വരില്ലേ, അതിൻ്റെ കാഴ്ചനെ കാണാൻ തന്നെ ഒരു ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ പാകമായി നമുക്ക് പറ്റി തുടങ്ങിയപ്പോൾ നമുക്കിത് ഇറക്കാം. ഇനി കൂട്ടാൻ കാച്ചലും കീച്ചലൊന്നും ഇല്ല കേട്ടോ. ഇനി ഇതിപ്പോൾ എടുത്ത് ചോറിനാം, പക്ഷേ ഇപ്പോൾ ചോറിനുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്കിത് നാളെയാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ചാറിന് വലിയ അത്ര കുഴപ്പമുണ്ടാവില്ല, പക്ഷേ മീൻ കഷ്ണത്തിന് അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. എല്ലാ ഉപ്പും മുളകും ഇതൊക്കെ പിടിക്കണമെങ്കിൽ ചട്ടിയിൽ വെച്ച കൂട്ടാനാകുമ്പോൾ പ്രത്യേകിച്ചും പിറ്റേ ദിവസം കഴിക്കണം. പിറ്റേ ദിവസം അതിലത്തെ മീൻ കഷ്ണങ്ങളും കംപ്ലീറ്റൊക്കെ കഴിഞ്ഞ് ചാറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചട്ടിയിൽ ചോറിട്ട് മഴക്കി അതിലൊരു പപ്പടം പൊടിച്ചിട്ട് കുഴച്ചാണ്ട് കഴിക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മീൻ കൂട്ടാൻ വെച്ച് നോക്കാം കേട്ടോ.